ഹായ് ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവ് ആസ്റ്റ് ഗോബാണ് ഓൾവേസ് പോസിറ്റീവായി. ഇപ്പം നമ്മളിന്ന് നോക്കുന്നത് വാട്ട് ഈസ് എക്സിറ്റ് പോൾ, എന്താണ് എക്സിറ്റ് പോൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. എക്സിറ്റ് പോൾ പോളിംഗ് ബൂത്തിൽ നിന്നും വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് വരുന്ന വോട്ടർമാർക്കിടയിൽ നടത്തുന്ന സർവേയാണ് എക്സിറ്റ് പോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം വോട്ടെടുപ്പിന് മുമ്പ് വോട്ടർമാർക്കിടയിൽ നടത്തുന്ന സർവേയെ എൻട്രൻസ് പോൾ എന്നും വിളിക്കുന്നു. സാധാരണ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇങ്ങനെ സർവേ നടത്തുന്നത് ദൃശ്യമാധ്യമങ്ങൾ, അതോടൊപ്പം പത്രമാധ്യമങ്ങൾ, പിന്നെ ഇതിനു വേണ്ടിയുള്ള പ്രൈവറ്റ് കമ്പനികൾ, അങ്ങനെയുള്ളവരാണ് ഈ സർവേ നടത്തുന്നത്, എക്സിറ്റ് പോൾ ഫലങ്ങൾ നടത്തുന്നത്, അത് പുറത്തുവിടുന്നതും. അതായത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിനെ മുൻകൂട്ടി ഈ സർവേ നടത്തി അവരത് പറയുകയാണ് എക്സിറ്റ് പോൾ. ഇത് പലപ്പോഴും 100% ശരിയാകണമെന്നില്ല. എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ചരിത്രം നോക്കുമ്പോൾ 3 തരത്തിലാണ് പറയുന്നത്, 3 വിധത്തിലാണ് പറയുന്നത്. അതായത് ആദ്യത്തെ എന്ന് പറയുന്നത് ഡച്ചുകാരാണത് കണ്ടെത്തിയെന്ന് പറയുന്നു, രണ്ടാമത്തേത് അമേരിക്കക്കാരാണെന്ന് പറയുന്നു, മൂന്നാമത്തേത് കൊളറോഡിയയിലെ ഡെൻവർത്തിൽ നടന്ന ഇലക്ഷനിൽ അവരാണത് കണ്ടെത്തിയെന്ന് പറയുന്നു. അങ്ങനെ 3 തരത്തിലാണ് പറയുന്നത്. ആദ്യത്തേത് ഡച്ച് നിയമസഭയിൽ, അതായത് 1967 ഫെബ്രുവരി 15 ഡച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നടന്ന ഇലക്ഷനിലാണ് ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചതെന്നാണ് പറയുന്നത്. പിന്നീട് മറ്റൊരു ഭാഗം പറയുന്നത് അതിനു മുമ്പ് US അമേരിക്കയിൽ CBS മീഡിയയ്ക്ക് വേണ്ടി ഇത് അവിടെ ഉപയോഗിച്ചെന്ന് പറയുന്നു. അതിനു മുമ്പ് 1940 കൊളറോഡോയിൽ നടന്ന ഇലക്ഷനിൽ അവരിത് ഉപയോഗിച്ചെന്ന് പറയുന്നു. അങ്ങനെ 3 തരത്തിലാണ് ഇത് ആദ്യമായിട്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടതെന്നാണ് പറയുന്നത്. അങ്ങനെ 3 തരത്തിൽ പറയുന്നുണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ. അങ്ങനെ ഇലക്ഷൻ റിസൾട്ട് വരാനിരിക്കുകയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പല മീഡിയകളും പുറത്തുവിട്ട് കഴിഞ്ഞു. BJPക്കാണ് മുൻതൂക്കം. അപ്പോൾ അടുത്ത ഇന്ത്യ ആര് ഭരിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം. അതായത് നരേന്ദ്രമോദി ഹാട്രിക് അടിക്കുമോ, അതോ രാഹുൽ ഗാന്ധി അടുത്ത PM ആകുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.